അങ്ങനെ നമ്മൾ കഴിഞ്ഞത് ഇൻവേർട്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻവേർട്ടേഴ്സ് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നതാണ് ഫുഡ് റിലേഷൻഷിപ്പ്. അതിൽ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഫുഡ് ചെയിൻ ആണ് കേട്ടോ. ഈ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് വെബ് പഠിച്ചില്ലേ നേരത്തെ. ഒരു ഫുഡ് വെബ് എന്താണ്? ഒരു ജീവി മറ്റൊരു ജീവിനെ എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. അതിനാണ് നമ്മളെന്ത് അതിൻ്റെ റിലേഷൻഷിപ്പിനാണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഫുഡ് വെബിലുള്ള ഒരു സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ്, ഒറ്റ ശ്രേണിയിലുള്ള ഒരു ഫുഡ് റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എന്താണ്? ഫുഡ് വെബിലുള്ള ഒറ്റ ശ്രേണിയിലൊരു ഫുഡ് റിലേഷൻഷിപ്പാണ് ഫുഡ് ചെയിൻ. ഈ പിക്ചർ കണ്ടോ? ഈ പിക്ചറിൽ മിസ് കാണിക്കുന്ന ഈ പിക്ചർ കണ്ടോ? ഒരു ലീഫ് വരുന്നു, ലീഫ് എന്താവുന്നു? വേംസ് കഴിക്കുന്നു, വേംസിന് ഹെന്ന് കഴിക്കുന്നു, ഹെന്നിന് ആര്? ഫോക്സ് കഴിക്കുന്നു, ഫോക്സിന് ആര് കളിക്കുന്നത്? വൾച്ചർ കഴിക്കുന്നത്. അങ്ങനെയുള്ളൊരു സിംഗിൾ സീക്വൻസ്, ഒറ്റ ശ്രേണിയാണല്ലേ അത്. മറ്റേത് നമ്മളൊരു ഇതിൽ കണ്ടില്ലേ, ഇതിലെന്താണ് ഒരുപാട്, ഇതൊരു ഫുഡ് വെബാണ്, ഇത് ഒറ്റ ശ്രേണിയല്ലല്ലേ, മൊത്തമായിട്ട് ഒരുപാട് കാണുന്നത്. ഇതിലെ ഒറ്റ ശ്രേണിയിൽ വരുന്ന ആൾക്കാരാണെന്ത് ഒരു സിംഗിൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഈ ഒറ്റ ശ്രേണിയിലുള്ളതിനാണ്, ഈ ഒറ്റ ശ്രേണിയിലുള്ള ഫുഡ് റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതെന്താന്ന് വെച്ചാൽ ഈ പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് അതിന് ഫുഡ് ചെയിൻസ് ഉണ്ടാക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സിമ്പിളാണ്. നമ്മൾ ഫുഡ് ചെയിൻ എന്താണെന്ന് പഠിച്ചു. നമ്മൾ കുറേ ഫുഡ് ചെയിൻസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക, ഈ ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നതാണ് എന്ത്? ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലുള്ള ഫുഡ് പ്രൊഡക്ഷൻ. നമുക്ക് വീട്ടിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. അതുപോലെ എന്ത് വേണം? സസ്യത്തിനും എന്ത് വേണം? ഫുഡ് വേണം അല്ലേ. ഫുഡ് ഇല്ലാണ്ട് അതിനും ഒന്നുമില്ല, ലൈഫില്ല. നമുക്ക് ഫുഡില്ലാഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടാവില്ലേ. അതുപോലെ പ്ലാന്റ്സും ഫുഡില്ലാഞ്ഞാൽ എന്താവും? ഇല്ലാണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ സാധനം വേണമല്ലേ. നമുക്കിപ്പോൾ ഒരു ഫിഷ് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വേണം, കോമ്പോണൻസുകൾ നമുക്ക് ഒരുപാട് വേണം. എന്ത് വേണം? ഫിഷ് വേണം, വാട്ടർ വേണം, ചില്ലി പൗഡർ, സാൾട്ട്, ടർമറിക് പൗഡർ ആൻഡ് ടൊമാറ്റോ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്കുണ്ടെങ്കിൽ എന്താവുള്ളൂ? നമുക്കൊരു ഫിഷ് കറി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാനും കുറച്ച് സാധനങ്ങളാണ്. മെയിനായിട്ട് 4 കോമ്പോണൻസ്, 4 സാധനങ്ങളാണ് എന്ത് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് വണ്ണാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ് എന്ത് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട ഒന്നാമത്തെ സാധനം. പിന്നെ വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിൽ. ഈ 4 സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ? പ്ലാന്റ്സിൽ ഫുഡ് ഉണ്ടാക്കൽ നടക്കുള്ളൂ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? വിച്ച് ആർ ദ മെയിൻ കോമ്പോണൻസ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്. പ്ലാന്റ്സിന് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള മെയിൻ കോമ്പോണൻസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തും? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിൽ, ഈ 4 പേരുകൾ നമ്മൾ എഴുതും. ഇനി ഈ 4 പേര് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ പ്ലാന്റ്സിൽ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എന്താണ്? പ്ലാന്റ്സിൽ ഫുഡ് പ്രൊഡക്ഷൻ്റെ അതിൻ്റെ പ്രോസസ്സിൻ്റെ പേരാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് എന്താന്ന് പറയാനും സിമ്പിളായിട്ട് എന്താണെന്ന് അറിയാനൊക്കെ ഈ 4 കോമ്പോണൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടി പറ്റും. ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഇത് രണ്ടും ഫസ്റ്റ് ഇങ്ങോട്ട് എടുക്കുക. എന്താണ്? ഈ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇത് രണ്ടും എന്താണ്? സൺലൈറ്റിൻ്റെയും ക്ലോറോഫില്ലിൻ്റെയും പ്രസൻസിൽ ലീഫിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റൂലേ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റ്, ക്ലോറോഫിൽ, ഈ രണ്ടെണ്ണത്തിൻ്റെ പ്രസൻസിൽ ലീഫിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോട്ടോസിന്തസിസ് എന്താണെന്നുള്ളത് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സ് എന്താ നോക്കാം. ഫോട്ടോസിന്തസിസ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്സ് ദെയർ ഓൺ ഫുഡ് ഫ്രം carbon dioxide and water by the use of sunlight in the presence of chlorophyll.
ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിസൾട്ട് ഓഫ് ആക്ടിവിറ്റി. എന്താണ് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞത് തന്നെ, എന്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്ത് ചെയ്യും, സൺലൈറ്റിൻ്റെ യൂസ് ചെയ്തിട്ട് ക്ലോറോഫില്ലിൻ്റെ പ്രസൻസിൽ, സൺലൈറ്റ് യൂസ് ചെയ്ത് ക്ലോറോഫില്ലിൻ്റെ പ്രസൻസിൽ ലീഫിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ഈ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന സാധനമാണ് ഓക്സിജൻ. ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിസൾട്ട് ഓഫ് ആക്ടിവിറ്റി. എന്താണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നൊരു സാധനമാണ് എന്ത്, ഈ ഓക്സിജൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് എന്ത്, ഓക്സിജൻ. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റ് യൂസ് ചെയ്ത് ക്ലോറോഫില്ലിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, ഫുഡ് സ്വന്തമായിട്ട് ഓൺ ഫുഡ് ഉണ്ടാക്കുന്നു. അതിനാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് എന്ത്, ഓക്സിജൻ. ഓക്കെ, ക്ലിയർ ആണോ?